ഏറ്റവും സാധാരണക്കാരനായി പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കിടയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരിക്കും. അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ ഭയങ്കര ബേസ് ഇപ്പോഴും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഈ പലപ്പോഴും ഈ ധാർഷ്ട്യവും അഹങ്കാരവും, അതായത് ഞങ്ങൾ വലിയത് എന്തോ സംഭവമാണ്, നേതാവാണ് എന്നൊരു ധാരണയിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ കാഴ്ചയിൽ കൂടുതലും കോൺഗ്രസിലും BJP യിലൊക്കെ ഉള്ളവരാണ്. ജനങ്ങൾക്കൊപ്പം ചേർന്ന് കുറച്ചും കൂടെ സഞ്ചരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരായിരിക്കും. അതെന്താ രസമെന്ന് വെച്ചാൽ ഇതിനകത്ത് കാര്യം, ഈ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ടാകുന്ന വിരോധം ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ വൃത്തികെട്ട ന്യായീകരണങ്ങളാണ്. ഇവർ എത്ര തെറ്റ് ചെയ്താലും ഈ തെറ്റിനെ ഒരിക്കലും തെറ്റായിട്ട് കാണാൻ ഇവർക്ക് പറ്റത്തില്ല. ഇവരുടെ ഒരു ഗതികേടാണ് ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ന്യായീകരിക്കണം എന്നുള്ളത്. എന്നിവരിത് തിരുത്തുന്നോ അന്ന് ഏറ്റവും കൂടുതൽ പ്യൂരിഫൈ ചെയ്യപ്പെട്ട ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും. ഇവരിപ്പം ഇവരുടെ ഒരു കാരണം പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ അത് തെറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന വൃത്തിയുടെ ന്യായീകരണം നിരത്തുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയോട് തോന്നുന്ന ദേഷ്യങ്ങളിലൊന്ന്. പിന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന